കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വകുപ്പ് തലവൻ ഡോക്ടർ കെ ശ്രീജിത്ത്, തളിപ്പറമ്പ് സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കെ അജേഷ് എന്നിവരാണ് ഫംഗസ് ചികിത്സാ രംഗത്ത് ചരിത്രമായി മാറിയേക്കാവുന്ന ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. 2008 ആരംഭിച്ച് 5 വർഷം നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് കണ്ണൂരിൻ എന്ന ഈ പുതിയ ആന്റിബയോട്ടിക് വികസിപ്പിച്ചെടുത്തത്. ശ്വാസകോശത്തെയും കേന്ദ്ര നാഡീവ്യവസ്ഥയെയും മാരകമായി ബാധിക്കുന്ന ക്രിപ്റ്റോകോക്കറ്റ്, കാൻഡിഡ തുടങ്ങിയ ഫംഗസുകളെ നശിപ്പിക്കാൻ ഉതകുന്ന ഒരു ലിപ്പോപെപ്റ്റൈഡ്സ് ആന്റിബയോട്ടിക്കാണ് കണ്ണൂരിൻ. എയ്ഡ്സ്, അർബുദ രോഗികളിലും അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഫംഗസുകൾ ശ്വാസകോശത്തെയോ നാഡീവ്യവസ്ഥയോ ബാധിക്കുകയോ രക്തത്തിൽ കലർന്ന് മാരകമാവുകയോ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന 18ഓളം ഫംഗസുകൾക്കെതിരെ കണ്ണൂരിൻ ഫലപ്രദമാണെന്നും പഠനം തെളിയിക്കുന്നു. 18ഓളം ഫംഗസുകൾക്കെതിരെ ഇത് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയത് ഒരു ബാസിലസ് സീരിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയൻ്റെ അകത്ത് സെക്രേറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡായിട്ടാണ്. മരുന്ന് എന്ന നിലയിൽ ഇത് വികസിപ്പിച്ചെടുക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. കണ്ണൂർ സർവകലാശാലയിൽ നിന്നും വികസിപ്പിച്ചെടുത്തതിനാലാണ് ഈ ആന്റിബയോട്ടിക്കിന് കണ്ണൂരിൽ നിന്ന് പേരിട്ടത്. 2012 ലിസ്ബണിൽ നടന്ന ആന്റി മൈക്രോബിയൽ ഗവേഷണ സമ്മേളനത്തിലും വിവിധ ശാസ്ത്രമാസികകളിലും പ്രബന്ധം ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1